കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതിൽ എന്തൊക്കെ തള്ളായിരുന്നു അറിയാം തള്ളിയത്. നമ്മൾ എന്തായാലും അതിൽ അനുമോൾ സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. Hello guys, so this is Bonish. So ഇതാണ് ഫസ്റ്റ് വ്ലോഗ് യൂട്യൂബില്. സോ ഇതിന്റെ ഫസ്റ്റ് വ്ലോഗ്ன்றது நான் எதை பத்தினா என்னோட மேரேஜ். ஸோ எஸ் என்னோட மேரேஜ்ல வந்து இப்போ എനിക്ക് 16, என்னோட மேரேஜ் வந்து 18. ഇസ്മി കൈസ് നമ്മുടെ അനുമോള് പിന്നെ ഭുവനേശ്വർ അത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൈസിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഒരു സുഹൃത്ത്. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു അസഹിഷ്ണുത, അതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എത്ര ഉയർന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയായാലും അത് യൂട്യൂബർ എന്ന് മാത്രമല്ല, ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥരോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഈഗോ, അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈഗോ ഒരു മുതിർന്ന യൂട്യൂബർ തീർച്ചയായിട്ടും ഒരിക്കലും തൻ്റെ മനസ്സ് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അനുമോൾ എന്ന് പറയുന്ന ആ അനുമോൾക്ക് ഭുവനേശ്വർ എന്നു പേരായിട്ടുള്ള ഒരു ഭർത്താവ് തമിഴിനോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സംതൃപ്തരാണ് ആ ജീവിതത്തിൽ. അതുകൊണ്ടാണല്ലോ ഈ അനുമോൾ ഈ പറയുന്ന ഭുവനേശ്വറിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് റിയാക്ട് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ അനുമോളെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ കൈസിനെ വെറുക്കുന്നവരെന്നല്ല ഞാൻ പറയുന്നത്. കൈസിൻ്റെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത ഈ നിലപാടിനോട് വെറുപ്പുള്ളവരും ഇത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനമുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൈസിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ട് പറഞ്ഞ കാര്യം അനുമോളെ പറഞ്ഞ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ 19 മിനിറ്റുള്ള വീഡിയോ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് ഞാനൊന്നും കൂടെ അയച്ചിപ്പോൾ ഒരു വോയിസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. എന്നാൽ പിന്നെ ആട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. താല്പര്യം എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ അനുമോളുടെ ഈ വിവാഹത്തെ, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസിലൊക്കെ ഈ നാറിയ കളി കളിച്ചിരുന്ന ഒട്ടനേകം ആളുകൾ, ഈ ഗബ്രി മുതൽ ജാസ്മിൻ അല്ലെ, അതുപോലെ തന്നെ പലരും അതിൽ നാറിയ കളി കളിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റുകളുണ്ട്. അപ്പോൾ നൂറ ഹാദിലെ വരെ. ഇവിടെ ഇവരെ ഒന്നും തന്നെ, ഈ നൂറ ഹാദിലയെ കുറിച്ചൊക്കെ ഈ പറയുന്ന കേസ് വളരെ പുകഴ്ത്തിക്കൊണ്ട് കുറേ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അനുമോള് ഭുവനേശ്വറുമായിട്ടുള്ള ഈ വിവാഹബന്ധം ഇത് ഇത്ര റിയാക്ട് ചെയ്യപ്പെടാനായിട്ട് എന്താണുള്ളത്? ഇതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? അനുമോളുടെ ഓരോ പ്രവൃത്തിയും നോക്കൂ. അതോടൊപ്പം എന്താണ് പറയുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിലൊക്കെ അനുമോൾക്ക് പാര വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഈ ബന്ധത്തെ പരിഹസിച്ചു തുടങ്ങിയ ഈ കൈസ് പിന്നീട് അനുമോളെ വളരെ എന്താ പറയുക പൊക്കി പറയുന്നത് നമ്മൾ ഈ വ്ളോഗിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആഗ്രഹം വെച്ചാൽ ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം വെച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവരുടെ കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എന്റെ ചേച്ചിയും ചേട്ടന്റെയും കണ്ടിട്ട്, അപ്പൊ ഇവർ രണ്ടരയും കണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നും എനിക്കൊരു ലൈഫ്, അതായത് എനിക്കൊരു അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. ഒക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ലക്ഷ്മണേശ്വരി ഇന്റർവ്യൂ എടുക്കുന്നത്. കൈസ് ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതോടൊപ്പം ഈ പറയുന്ന എന്താ പറയുക, അനുമോളെ ഇടയ്ക്ക് വെച്ച് പുകഴ്ത്തി അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അനുമോളുടെ ഭർത്താവായ ഭുവനേശ്വർ, ആ ഭുവനേശ്വർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളം നേരെ ചൊവ്വേ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല. എന്നിട്ട് പോലും അദ്ദേഹം അതിന് കഴിയുന്ന മാതിരി അദ്ദേഹം ശക്തിമത്തായ നിലപാടുകൾ സ്വീകരിച്ച് തൻ്റെ വിവാഹത്തെ, അഥവാ തനിക്ക് കിട്ടിയിട്ടുള്ള ഈ പറയുന്ന അനുമോൾ എന്ന ഭാര്യയെ തനിക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അനുമോൾക്ക് ഈ പറയുന്ന ഭുവനേശ്വരനെയും ഇഷ്ടമാണ്. അപ്പോൾ സമൂഹത്തിൽ മാന്യമായ രീതിയിൽ താലി ചാർത്തി വിവാഹം ചെയ്ത ഈ ഇണകളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് എന്ത് റിയാക്ട് ചെയ്യാനാണ് യഥാർത്ഥത്തിലുള്ളത്? ഇങ്ങനെ മാത്രമായിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആകുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം പൂർണ്ണമാവുന്നത്. അല്ലാതെ ഇങ്ങനെ മാത്രം ഡിപ്പെൻഡബിൾ ആയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സങ്കല്പം എന്ന് പറയുന്നത്? അതായത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സങ്കല്പം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റാർ മാജിക് ഫെയിം, കോമ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ, കോമ, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ, സീസൺ 7, ഇങ്ങനെ കോമ വരുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ക്രൈറ്റീരിയാസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സങ്കല്പം മാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, മനുഷ്യന്മാരില്ല, അതൊക്കെ ഉണ്ടാകും. എന്തായാലും
നമ്മളൊക്കെ കണ്ടല്ലോ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ഒട്ടനേകം കണ്ടന്റുകൾ എന്താ പറയുക എന്താ പറയുക അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുള്ള കുറേ ആളുകൾ അവർ എത്രമാത്രം നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഈ ഗബ്രി, ഞാൻ പറഞ്ഞില്ലേ ഗബ്രി, ജാസ്മിൻ അല്ലേ തുടങ്ങിയിട്ടുള്ള ആ വ്യക്തികളുടെ എന്തെങ്കിലും ഒരു ഹീനമായ അവർ ഒരിക്കലും ഒരു കുടുംബ പശ്ചാത്തലത്തിന് നിരക്കാത്ത, ഒരു കേരളീയ മാതൃകക്ക് നിരക്കാത്ത, മതകീയ പരിവേഷത്തിന് നിരക്കാത്ത, മനുഷ്യത്വമായ കാഴ്ചപ്പാടുകൾക്ക് നിരക്കാത്ത. ഇപ്പോൾ ഉദാഹരണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പൂവൻ കോഴി പിടക്കോഴിയിലേക്ക് ഓടി ചെന്ന് അല്ലേ മേലേക്ക് കയറിയിട്ട് പരസ്യമായിട്ട് അല്ലേ ലൈംഗികമായിട്ടുള്ള തൃഷ്ണകൾ തീർക്കുന്നത്. എന്നതുപോലെ തന്നെ ഈ മറ്റു ജീവികൾ, ആ മൃഗങ്ങളൊക്കെ അങ്ങനെയാണ് ലൈംഗികമായിട്ടുള്ള ആ തീവ്രമായ അവരുടെ ആ ലൈംഗിക ആഗ്രഹങ്ങൾ തീർക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു സങ്കേതമാണ് എന്ന് പോലും നമുക്ക് ബിഗ് ബോസ് തോന്നിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, നല്ല സ്നേഹമുള്ള ഒരാളായിരിക്കണം. ഇപ്പോഴത്തെ കേരളത്തിൽ തന്നെ വേണം. കേരളത്തിൽ നിന്ന് കിട്ടിയാൽ നല്ലത് മനുഷ്യനായിരിക്കണം. കേരളത്തിൽ നിന്ന് കിട്ടിയാൽ നല്ലതെന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൊരു സെറ്റാക്കി വെച്ചിട്ട് കാര്യമായിട്ട് ഇന്റർവ്യൂ വന്നിരുന്ന് പറയാണ് എനിക്ക് കേരളത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടിയാൽ നന്നായിട്ട് നോക്കെ. എന്താ അവിടെ അഭിനയം നോക്കിക്കളി, വെറുതെ സീറ്റ് അവിടെ കിട്ടിയത്. എന്തായാലും കൊള്ളാം. പിന്നെ അതിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യത്തിൽ കേട്ടോ, അതുകൊണ്ട് ചെക്കിലെ തമിഴ്നാട്ടിൽ നിന്നാണ്. അതിപ്പോ എല്ലാവരും അറിഞ്ഞാണ്, അറിയാൻ ജസ്റ്റ് പറഞ്ഞു ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ലൈഫിലും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പൊ പറയുന്ന ഈ സൗന്ദര്യം അതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. അതെ, സൗന്ദര്യം എനിക്കൊരു വിഷയമല്ല, പക്ഷെ നല്ല സൗന്ദര്യം ചെക്കിലെ അല്ലേ. അതുകൊണ്ട് തന്നെ ആ ബിഗ് ബോസിലേക്ക് ഒരു അന്തസ്സും മാന്യതയും ഉള്ള ഒരാളും തന്നെ ആ ബിഗ് ബോസിൽ യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടിസിപ്പ ആവാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഒരു കുടുംബം അത് വല്ലാതെ പരിക്കേൽപ്പിക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ വിഷയം ജാസ്മിൻ്റെയോ ഗബ്രിയുടേതല്ല, മറിച്ച് എല്ലാത്തിനും ഭൂമി ലോകത്തുള്ള സർവ്വകാര്യങ്ങളോടും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കേസിന് ഈ ഭുവനേശ്വറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ തിരിച്ചടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആയിരക്കണക്കിന് വ്ളോഗ് ചെയ്ത് പറയുന്നതിനേക്കാൾ ഈ ഭുവനേശ്വറിൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യയായ അനുശ്രീയുടെയും കുറഞ്ഞ വാക്കുകൾ തന്നെ യഥാർത്ഥത്തിൽ മതി ഈ കേസിൻ്റെ നിലപാടുകളോടുള്ള പ്രതിഷേധം. അതായത് കേസ് ആയിരക്കണക്കിന് വീഡിയോ ചെയ്ത് പറയുന്നതിനേക്കാൾ എഫക്റ്റ് ചെയ്യുന്ന അഥവാ പാഠമുള്ള വാക്കുകളാണ് കുറഞ്ഞ സമയത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഭുവനേശ്വറും ഈ പറയുന്ന അനുശ്രീയും യഥാർത്ഥത്തിൽ ഈ കേസിന് കൊടുത്തിട്ടുള്ള മറുപടി പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ എന്തിനേയും ഏതിനേയും എന്താ പറയുക ഒരു എന്താ പറയുക ഒഴുക്കിനൊപ്പം പോകുന്നതാണ് സുഖമെന്ന് കരുതിക്കൊണ്ട് ആലോചിച്ച് നോക്കൂ, ഒഴുക്കിനെതിരെ നീന്തുക എന്നത് പ്രയാസകരമാണ്. അപ്പോൾ ഈ ഒഴുക്കിനൊപ്പം ആളുകളുടെ ഒഴുക്കിനൊപ്പം എങ്ങനെയാണോ നീങ്ങാൻ കഴിയുന്നു എന്ന് നോക്കിയിട്ട് വ്ളോഗ് ചെയ്യുന്ന കുറേ യൂട്യൂബർമാർ നമ്മുടെ മലയാളത്തിലും മറ്റുള്ള പല ഭാഷകളിലുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ വ്ളോഗ് കണ്ട നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്യത്തക്കവണ്ണം ഈ പറയുന്ന ഭുവനേശ്വറിൻ്റെയും അഥവാ അനുശ്രീയുടെ അനുമോളുടെ ഈ വൈവാഹിക അവസ്ഥയിൽ അത്രമാത്രം കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് വിവാഹം കഴിഞ്ഞത്. ആ വിവാഹാനന്തരം ഇത്ര വിമർശിക്കപ്പെടാൻ മാത്രമുള്ള എന്തു ഘടകമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അനുമോളുടെയും ഈ ഭുവനേശ്വർ ദമ്പതികളുടെയും ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്? അത് പറയണല്ലോ, വെറുതെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അല്ലേ, വെറുതെയെങ്കിലും ലൈക്കിനും ഷെയറിനും വേണ്ടി അല്ലേ, കൈയടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഒരു പഠനാർഹം ഒരു എന്താ പറയുക ഗുണപാഠം കൂടെ ചെറുതായിട്ടെങ്കിലും, ഞാനത് കുറച്ച് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുണപാഠവുമില്ലാത്ത വ്യക്തികളായിരുന്നു യഥാർത്ഥത്തിൽ ഈ നൂറയും ആദിലയും. സ്വന്തം കുടുംബങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ മാതാപിതാക്കളുടെ ശാപം ഇഷ്ടം പോലെ ലഭിച്ചു എന്ന് മാത്രമല്ല, ഒരു സമുദായത്തെയും അങ്ങേയറ്റം നിന്ദിക്കുകയും പരിഹസിക്കുകയും പറയുകയും ചെയ്തു അല്ലേ. ഇപ്പോൾ അത് കൂടുതൽ സമൂഹത്തിൽ കാണുന്നില്ല. അവർ കണ്ടസ്റ്റന്റുകളായിരുന്നു യഥാർത്ഥത്തിൽ. അവരെയാണ് യഥാർത്ഥത്തിൽ എത്ര നമ്മൾക്ക് നെഗറ്റീവ് അടിച്ചാലും അവരെ എത്രത്തോളം റിയാക്ട് ചെയ്താലും അല്ലേ എല്ലാവരും അഥവാ സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ വികാര ശമനത്തിന് വേണ്ടി അല്ലേ ഇതര ജീവികൾ പോലും അല്ലേ കാട്ടിക്കൂട്ടുന്ന അതേ രീതി ചെയ്യുന്ന ജാസ്മിൻ ഒരു ഭാഗത്ത് ഈ കണ്ടസ്റ്റന്റുകളിൽ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ അവരൊന്നും ചെയ്തിട്ടില്ലാത്ത, ഒരു മൃഗങ്ങളും ചെയ്തു കൂടാൻ പാടില്ലാത്ത, അവർക്കിടയിലൊന്നും തന്നെ ഒരു എന്താ പറയുക ഒരു സ്ത്രീ പോയി അല്ലെങ്കിൽ ഒരു പെൺവർഗം ഒരു പൂവൻ കോഴി പോയി ഒരു പൂവൻ കോഴിയുടെ പുറത്ത് കയറിയിട്ട് അതിൻ്റെ ലൈംഗിക തൃഷ്ണ തീർക്കുന്നത് നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല. എന്നതുപോലെ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു കാളക്കൂറ്റൻ പോയി മറ്റൊരു കാളക്കൂറ്റന് നേരെ തൻ്റെ ഈ വൈകാരിക ശമനം പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല ലോകത്ത്.
അപ്പോൾ അതിനേക്കാൾ തരം താന്ന രീതിയിലുള്ള ഈ കണ്ടസ്റ്റൻറ്റുകളായിട്ട് കടന്നു വന്ന നൂറയെയും ആദിലയെയും ഈ പറയുന്ന കൈസ് വളരെ എന്താ പറയുക മഹത്വവൽക്കരിച്ച് അവരെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് വളരെ മാതൃകാപരമായ ജീവിതം കാണുന്ന ഈ അനുമോളുടെയും ഈ പറയുന്ന ഭുവനേശ്വരുടെയും ഈ ജീവിതത്തിൽ ഇത്രമാത്രം റിയാക്ട് ചെയ്യപ്പെട്ട് ആ ജീവിതത്തെ സമൂഹ മധ്യത്തിൽ ആലോചിച്ച് നോക്കൂ ഇത്രയേറെ പരിഹാസമാക്കത്തക്ക രീതിയിൽ അവരെന്താണ് ചെയ്തത് അതും കൂടെ ഈ പറയുന്ന കേസ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊന്നും തന്നെ ഇല്ലതാനും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെയൊക്കെ പാകപ്പിഴവുകൾ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റും ശരിയും എന്താണെന്ന് ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം തെറ്റുകളോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നോക്കൂ, നീതി, സത്യം, മനുഷ്യത്വം അല്ലേ? ഇപ്പോൾ ഉദാഹരണം അനുമോളുടെയും ഭുവനേശ്വരൻ്റെയും ആ വിവാഹം എടുത്തു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വളരെ മാതൃകാപരമായ ഒരു വിവാഹമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ മതത്തിൻ്റെ പുറത്തല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്തല്ല, വളരെ മാന്യമായ രീതിയിലുള്ള വിവാഹമാണ്. ഇരുവർക്കും അത് സന്തോഷകരമായ ജീവിത അനുഭവമുണ്ട്. ആദിലക്കും നൂറക്കും ഇരുവർക്കും സന്തോഷകരമായ ജീവിതമുണ്ട് എന്ന് പറയുന്നത് തികച്ചും ഒരു നെഗറ്റീവ് എന്താ പറയുക അവസ്ഥയാണ് ലോകത്തുണ്ടാക്കുക. സ്വർഗരതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തികച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗതുല്യം എന്ന് പോലും പറഞ്ഞാൽ മൃഗതുല്യം അങ്ങനെയല്ലല്ലോ. ഒരു കാളയുമായി ലൈംഗിക തൃഷ്ണയിൽ ഏർപ്പെടുന്നില്ല. ഒരു പൂവൻകോഴിയുമായി പിടക്കോഴിയുമായി അതിനൊക്കെ ഒരു നൈസർഗികമായ ഒരു നിയന്ത്രണങ്ങൾ അല്ലേ? പ്രകൃതിയാൽ ഉള്ള യഥാർത്ഥ നിയമങ്ങളെ ദൈവികമായ ഒരു മര്യാദ, മാന്യത, ലജ്ജ, അതാണ് മൃഗങ്ങൾക്കും നമ്മൾ പറയും പക്ഷികൾക്കും ഒന്നുമില്ലാത്ത ലജ്ജ അല്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടവനാണ് മനുഷ്യൻ. ആ മനുഷ്യർക്ക് ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും കാത്തു സൂക്ഷിക്കുന്ന എന്താ പറയുക ആ ദാമ്പത്യ പരിശുദ്ധി യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നൂറയുടെയും ആദിലയുടെയും ആ സവർഗരതിക്കാരായ അവർക്ക് എന്താ പറയുക ബിഗ് ബോസ് വഴി വലിയ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ മോഹൻലാൽ കൂടെ വളരെ ആശ്രാന്ത പരിശ്രമം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനേകം യൂട്യൂബർമാരും അവരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാലും സമൂഹത്തിൻ്റെ ഒഴുക്ക് നോക്കി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല ഒഴുക്കിനൊപ്പം പോയാൽ മാത്രമാണ് തങ്ങളുടെ ഈ വ്ളോഗുകൾക്ക് പ്രസക്തിയേറുന്നത്, റീച്ച് കിട്ടുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവിടെ തിന്മയെ തടഞ്ഞുകൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം സ്വീകരിക്കുന്ന അപൂർവം ചില ആളുകൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക അനുമോൾക്കും ഈ പറയുന്ന ഭുവനേശ്വരനും അവരുടെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.